CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന രൂക്ഷ വിമർശനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണക്കാർക്കും പ്രവേശനമില്ല എന്നതടക്കം ഉള്ള വിമർശനങ്ങൾ ഇപ്പോൾ ആ യോഗത്തിൽ ഉണ്ടാകുന്നു. പാർട്ടി നേതൃത്വം മാധ്യമങ്ങളെ ശത്രുപക്ഷത്താക്കിയത് തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായി എന്നുകൂടി ഇപ്പോൾ യോഗത്തിൽ വിമർശനമായി ഉയരുന്നുണ്ട്. ഷഫീദ് റാവത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, എന്തൊക്കെ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് യോഗത്തിൽ? ഉന്മേഷ, മറ്റ് ജില്ലാ നേതൃത്വങ്ങളെ പോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ നേതൃയോഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട, അതായത് സർക്കാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഭരണവിരുദ്ധ വികാരം ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൌരവമുള്ള വിമർശനം ഉയരുന്നു എന്നുള്ളതാണ് CPM സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് തലവേദനയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് KSRTC ഡ്രൈവറുമായുള്ള തർക്കം അത് അപക്വമാണ്, മാത്രവുമല്ല ഒഴിവാക്കാമായിരുന്ന ഒരു ഇടപെടൽ ഉണ്ടായി. അഹങ്കാരം എന്നടക്കമുള്ള പരിഹാസങ്ങൾ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. അതിന് പിന്നാലെയാണ് മേയർക്ക് തെറ്റ് തിരുത്താൻ ഒരു അവസരം കൂടി നൽകാനുള്ള ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ടായി. ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നതെന്നുള്ള ആക്ഷേപം അത് പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാര്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വ്യാപക വിമർശനം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല. സാധാരണ മനുഷ്യർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശന വിലക്കുണ്ട്. മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു, എന്നാൽ ഇപ്പോൾ അതിനും സാധിക്കാത്ത സാഹചര്യമാണെന്നും മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുൻപിൽ ഇരുമ്പുമറ തീർക്കുന്നത് അത് ഗുണകരമാകില്ല എന്നുള്ള വിമർശനം കൂടി ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. ഇനി അടുത്ത കാര്യം മാധ്യമങ്ങളോടുള്ള CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം സമീപനമാണ്. മാധ്യമങ്ങളെ വെറുപ്പിച്ചു, മാധ്യമങ്ങൾ അകന്നു, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമായി ഉയർന്നിട്ടുണ്ട്. ഉന്മേഷ്, ശരി ഷഫീദ്, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും വിമർശനങ്ങൾ ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മഴ കാര്യങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ജില്ലകളിൽ മഴയുള്ള കാര്യം, ചിലയിടത്ത് മഴയുണ്ടോ, ചിലയിടത്ത് അവധിയുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞതാണ്. ഔദ്യോഗികമായ അത്തരത്തിൽ ഒരു അറിയിപ്പും വന്നിട്ടില്ല. കണ്ണൂരിൽ വലിയ മഴയാണ് എന്ന് ജസ്റ്റിൻ പറയുന്നുണ്ട്. മലപ്പുറത്തെ മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട്. ഷൗക്കത്ത് വയനാട്ടിൽ നല്ല കനത്ത മഴയാണ് എന്ന് പറയുന്നു. അങ്ങനെ വിവിധയിടങ്ങളിൽ സംസ്ഥാനത്ത് മഴയുണ്ട് എന്നാണ് പ്രേക്ഷകർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്.